സാങ്കേതികവിദ്യയുടെ വളർച്ചയിലൂടെ നാം കണ്ടെത്തിയ ഒഴിവാക്കാനാകാത്ത തിന്മയാണ് പ്ലാസ്റ്റിക്കുകൾ. വൈവിധ്യമാർന്ന ഉത്പന്നങ്ങളുടെ നിർമ്മാണം സാധ്യമാക്കുകയും നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്ത പ്ലാസ്റ്റിക്കുകൾ പക്ഷേ പ്രകൃതിക്കും ആരോഗ്യത്തിനും ഹാനികരമായി മാറുകയും ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കിയുള്ള ജീവിതം സാധ്യമല്ല. എന്നാൽ പ്ലാസ്റ്റിക്കുകളുടെ അനിയന്ത്രിതമായ ഉപയോഗം മനുഷ്യരാശിയെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്നു. സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിലൂടെയും രാസപ്രവർത്തനത്തിലൂടെയുമൊക്കെയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളുടെ വലിയൊരളവും സംസ്കരിക്കപ്പെടുന്നത്. ഇത്തരം സ്വാഭാവിക പ്രക്രിയകളിലൂടെയോ മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത സംസ്കരണ സംവിധാനങ്ങളിലൂടെയോ പൂർണ്ണമായും സുരക്ഷിതമായും സംസ്കരിക്കാൻ സാധിക്കില്ല എന്നതാണ് പ്ലാസ്റ്റിക് ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞാലും നശിക്കാതെ മണ്ണിൽ അവശേഷിക്കും. പ്രകൃതിയെ മലിനമാക്കുക മാത്രമല്ല, അവയിൽ നിന്നും നമ്മുടെ ജലത്തിലും വായുവിലും കലരുന്ന രാസവസ്തുക്കൾ മാരക രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഉപയോഗം പരമാവധി കുറയ്ക്കുക, പരമാവധി പുനരുപയോഗം സാധ്യമാക്കുക എന്നത് മാത്രമാണ് പ്ലാസ്റ്റിക് ഉയർത്തുന്ന വെല്ലുവിളി നേരിടാനുള്ള പോംവഴി. എന്നാൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ, കപ്പുകൾ, പ്ലേറ്റുകൾ, ഫുഡ് കണ്ടെയ്നറുകൾ, ബോട്ടിലുകൾ എന്നിവയ്ക്ക് പുനരുപയോഗമോ സംസ്കരണമോ സാധ്യമല്ല. ഇവയ്ക്കു പകരമായി ഉപയോഗിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക് കോട്ടിങ്ങോടുകൂടിയ പേപ്പർ ഉൽപ്പന്നങ്ങളും മലിനീകരണത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഗ്ലാസ്, സെറാമിക്, സ്റ്റീൽ എന്നിവ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളും കപ്പുകളും ഉപയോഗിക്കുക എന്നതാണ് മറ്റൊരു പരിഹാരം. ഫുഡ് ഡെലിവറി ആപ്പുകളുടെ ഈ കാലഘട്ടത്തിൽ ഇതിനും പരിമിതികളുണ്ട്. മാത്രമല്ല, വിവാഹം പോലെയുള്ള ചടങ്ങുകളിൽ ഇത്തരത്തിൽ പാത്രങ്ങൾ കഴുകി ഉപയോഗിക്കുന്നത് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. സാംക്രമിക രോഗങ്ങൾ പടരുന്നതിന് വരെ ഇത് കാരണമായേക്കാം. ഈ സാഹചര്യത്തിലാണ് ബയോഡീഗ്രേഡബിൾ ഉത്പന്നങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് പകരം ഇത്തരം ബയോഡീഗ്രേഡബിൾ ഉത്പന്നങ്ങൾ ഉപയോഗിക്കാമെന്ന് സർക്കാർ നിർദ്ദേശത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബയോഡീഗ്രേഡബിൾ ഉത്പന്നങ്ങൾ നിർമ്മിക്കുന്ന കേരളത്തിലെ കമ്പനികളുടെ കൂട്ടായ്മയാണ് കേരള ബയോഡീഗ്രേഡബിൾ പേപ്പർ പ്രൊഡക്ട്സ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ. പേപ്പർ കൊണ്ടുള്ള കപ്പുകൾ, പാത്രങ്ങൾ, ഇലകൾ, കേക്ക് ബോക്സുകൾ, പിസ്സ ബോക്സുകൾ എന്നിങ്ങനെ നിരവധി ഉത്പന്നങ്ങൾ ഇവർ വിപണിയിലെത്തിക്കുന്നുണ്ട്. PBAT അഥവാ പോളി അഡിപ്പേറ്റ് ടെറഫ്താലേറ്റ്, PLA അഥവാ പോളിലാക്റ്റിക് ആസിഡ് തുടങ്ങിയ പദാർത്ഥങ്ങളാണ് ഈ ഉത്പന്നങ്ങളിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ പദാർത്ഥങ്ങൾ മണ്ണിലിട്ടാൽ പേപ്പറിനോടൊപ്പം മറ്റു ജൈവ പദാർത്ഥങ്ങളെ പോലെ തന്നെ മണ്ണിൽ അലിഞ്ഞു ചേരുന്നു. ഇവ മണ്ണിൽ കിടന്ന് വിഘടിക്കുമ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഹാനികരമല്ലാത്ത മൂലകങ്ങളോ അവയുടെ സംയുക്തങ്ങളോ മാത്രമേ ഉപോൽപ്പന്നമായി ഉണ്ടാകുന്നുള്ളൂ. അതിനാൽ ആരോഗ്യത്തിനും പ്രകൃതിക്കും യാതൊരു തരത്തിലുള്ള ദോഷവും ഉണ്ടാക്കുകയുമില്ല. എല്ലാ മേഖലയിലും വെല്ലുവിളി ഘട്ടങ്ങളിൽ ഫലപ്രദമായ ബദൽ അവതരിപ്പിക്കുക എന്നതാണ് കേരളത്തിന്റെ ശീലം. ഹാനികരമായ വൺ ടൈം യൂസ് പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾക്കും ബയോഡീഗ്രേഡബിൾ ബദൽ കേരളത്തിൽ രംഗത്തെത്തിക്കഴിഞ്ഞു.